ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പ്രോ ഗെയിമിംഗ് 2.0. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഞാൻ പറഞ്ഞറിയിക്കുന്നുള്ള ബാക്കത്തെ ആ ഒരു സ്ഥലം കണ്ടാത്തൊന്ന് എനിക്ക് ഏകദേശം പിടിക്കിട്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് നമ്മുടെ എന്താ പറയുക കാസ്റ്റിൽ ബിൽഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഈ വീട് പണിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ എത്രാമത്തെ എപ്പിസോഡാണ് പോലും, എത്രയെങ്കിലും ആവട്ടെ, ഒരുപാട് ചിലപ്പോൾ 100 ദിവസം 100ൻ്റെ അപ്പുറം ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ ഒരു കാസിൽ പണിച്ചില്ല. എൻ്റെ കൂട്ടുകാർ അടിപൊളി വീടൊക്കെ പണിഞ്ഞു. ഇവൻ്റെ സ്റ്റാർട്ടർ പേസാ തോന്നുന്നു. പക്ഷേ എൻ്റെ KFC ടോംസിൻ്റെ ഹൗസൊന്ന് നോക്ക്, എൻ്റെ അമ്മ, എൻ്റെ ഹൗസൊന്ന് നോക്ക്, എന്ന് പണിഞ്ഞതാ ഈ പെട്ടിക്കട. ഇന്നങ്ങാടി പൂട്ടുമോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഞാൻ അന്ന് പൂട്ടാൻ സമയമായി. അപ്പം ഇന്ന് പൂട്ടണം നമുക്ക് ആ പെട്ടിക്കട. നമുക്കെല്ലാം പൂട്ടണം, നമുക്ക് പുതിയൊരു പെട്ടിക്കട തുറക്കണം ചോദിച്ചു. അപ്പോൾ നമ്മളിതാ എല്ലാം സെറ്റായിരിക്കുക. നമ്മുടെ നെതറൈറ്റിൽ സോടി ഒന്ന് എൻജോയ് ചെയ്ത് നോക്കി. സ്മൈറ്റ് 2 കിട്ടി. ആണൊക്കെ പിന്നെ അറിയാമല്ലോ, ലുക്കല്ലേ പറയണ്ടല്ലോ. ഓക്കെ, എല്ലാം സെറ്റാണ്. കുറച്ച് പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഈ ഒരു വീഡിയോയിൽ. നമ്മൾ ഗ്യാസിലാണ്ട് പണിയാൻ പോവാണ്. അപ്പം നിങ്ങൾ വിചാരിച്ച റിസോഴ്സൊക്കെ എവിടെ നിന്ന് എടുക്കും ബ്രോന്ന്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് കണ്ടോ ഗൈസ്, ഞാൻ ഇത് ആ മുകളിൽ നിന്നിട്ട് നോക്കിയപ്പോൾ നമ്മുടെ വുഡ് ഫാമിൻ്റെ ഇതിനേക്കാൾ കുറച്ച് വലുതാണ് ഇത് തോന്നി എനിക്ക്. കാരണം കണ്ടാൽ തന്നെ ഏകദേശം ഡിഫറൻസ് മനസ്സിലാവും ഇതിൻ്റെ കണ്ട. അതിൻ്റെ അത്ര ഇല്ല അത്, ഇതിൻ്റെ അത്ര ഇല്ല അത്. കുറച്ച് ഒരു പൊടിക്ക് വലിപ്പം ഇതിനാണ് കൂടുതൽ. നമ്മൾ ബിൽഡ് ചെയ്തപ്പോൾ കുറച്ച് ഫ്രണ്ടും താഴ്ത്തിട്ടുണ്ട് അവിടെ ബിൽഡ് ചെയ്യാൻ. പക്ഷെ ഇതിൻ്റെ അത്ര ഒന്നും വരില്ല. ഇതിൻ്റെ ചെറുതാണെങ്കിലും ഇതിലുള്ള സാധനങ്ങളും ഐറ്റംസും ഒന്നും വരില്ല. ഇതിൻ്റെ അത്ര ഒന്നും വരില്ല. കാരണം ഇതൊരു ഓർമ്മയാണ്. ഇതവിടെ ആദ്യത്തെ ടെറിട്ടറിയാണ്, ഇതവിടെ സെക്കൻഡ് ടെറിട്ടറി, ഇത് നമ്മുടെ കാസിൽ. ടെറിട്ടറിനൊക്കെ മറക്കാറുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞു കഴിച്ചു. ഇതിനൊക്കെ പൂട്ട് പറഞ്ഞാൽ അതിലും വേറെ നമ്മൾ ഈ വേൾഡ് വെച്ച് പോകണം. ഇതിന് ഒരുപാട് ഓർമ്മകൾ എനിക്ക് പുതുക്കി തന്നിട്ടുണ്ടായത്. ഈ ഒരു എന്താ പറയുക, ഇത് നമ്മൾ ലോഡ് സ്റ്റോൺ വെച്ച് കോമ്പസാണ് ചെയ്തോട്ടോ. ബാസ്റ്റണിൽ പോയപ്പോൾ കിട്ടിയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ. അത് ഇത് പ്ലേസ് പോയാൽ കാണാൻ പറ്റും. ബാസ്റ്റണിൽ ഒരു വീഡിയോയിൽ നമുക്ക് കിട്ടി ലോഡ് സ്റ്റോൺ. കണ്ടില്ലേ, ഇതിലൊരുപാട് ഓർമ്മ. നെതർ പോർട്ടൽ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട് ഈ ബേസായിട്ട് കാണാത്ത വീഡിയോ. ചുരുക്കം പറഞ്ഞാൽ എല്ലാത്തിനും ഓർമ്മകൾ. സ്മൈറ്റിന് സോഡിൻ്റെ സ്പീഡ് കൂട്ടാണോ എന്താണോ എന്തോ എനിക്കറിയില്ല. നമ്മളൊരു സസ്പീഷ്യസ് 2 എടുത്തിട്ടുണ്ട്. നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടാൻ നമ്മൾ ഈ സസ്പീഷ്യസ് 2 ഒരു ഫ്രണ്ടിന് കൊടുത്താൽ നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടും പൈസ. അതിനാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക വിചാരിക്കും, ഇനി എന്തിനാണ് എവിടെ പോയിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യുന്നു. എവിടെയും പോകണ്ട, ഞാൻ ഇത്രയും നേരം ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒപ്പിക്കാൻ സിമ്പിളായിരുന്നു. ഇതിൻ്റെ ചെസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ ഈ 2 ബ്ലോക്കും എൻ്റെ കൂട്ടുകാരൻ്റെ ഉണ്ടായിരുന്നു, അതിനെടുത്തു. ചോദിച്ചാൽ പറയാം. പിന്നെ ഈ വുഡൊക്കെ ഞാനിവിടെ മൈൻ ചെയ്തെടുത്താണ്. നൈറ്റായി. നമുക്ക് ഇവിടെ കുറേ ടോർച്ചുകളുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചിട്ടുള്ള പ്രശ്നം പറഞ്ഞാൽ വല്ല മോബ് സ്പോണാവുക. നമുക്ക് ഇവിടുത്തെ ഉള്ള നടുവത്തിൽ ഈ ടോർച്ചൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറ്റണം. ഓക്കെ, ഇവിടുത്തെ ടോർച്ച് മാറ്റിയിരുന്നു. ഓക്കെ, എല്ലാം സെറ്റ്. ഇവിടെ ബിൽഡ് ചെയ്യണം ജാസ്റ്റ്. കുറച്ചും കൂടി അധികം സ്ഥലം വരും കേട്ടോ. ഇതിങ്ങനെയല്ല, ഇവിടെയും കൂടി ഒന്ന് നോക്കിയോട്ടോ. ഇപ്പോൾ സെറ്റ് ഉണ്ടോ. ഇപ്പോൾ ഇരുട്ടായി, അതാണ് ഞാൻ പെട്ടെന്നായിട്ടൊന്ന് പണികളിരുന്നു. അല്ലെങ്കിൽ ഇവിടെ മോബ് സ്പോണായ പിന്നെ നമുക്കത് പണി കിട്ടും. അങ്ങനെ നമ്മുടെ കാസിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. എത്ര നാളുകൾക്ക് ശേഷമാണെന്നൊന്നും എനിക്ക് പിടുത്തല്ല. ഓക്കെ സർ, ഇവിടെയും കൂടി ഓക്കെ ആട്ടിക്കണം. ഓക്കെ, സെറ്റ്. ഇതവിടെയും കൂടി ലാസ്റ്റായിട്ട് എല്ലാം സെറ്റ് സെറ്റാണ് ബോയ്സ്, എല്ലാം സെറ്റ്. ഒരു സ്റ്റാക്കിലധികം ടോർച്ച് ഇട്ട് അങ്ങനെ ഇത്ര ടോർച്ചൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇത് വെക്കണ്ടേ, ഗ്യാസിൽ വെക്കാൻ പിന്നെ ടോർച്ച് വേണ്ടേ.
അപ്പോൾ ഈ ടോർച്ചൊക്കെ അതിന് ഉപകാരപ്പെട്ടോളൂ. അപ്പോൾ നമുക്ക് കാസ്റ്റിൻ്റെ പണി തുടങ്ങാം. ഓക്കെ, കാസ്റ്റിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് കാസ്റ്റിൻ്റെ ഇൻറ്റീരിയൽ തുടങ്ങാം. ഇൻറ്റീരിയൽ നമ്മൾ ഈ ഒരു ബ്ലോക്കും വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു കുറച്ച് ബ്ലോക്ക് അധികം എടുത്തേക്കാം ആവശ്യമുണ്ട്. ഓക്കെ, എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻറ്റീരിയർ പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റിയാണ്. ഞാനിവിടെ ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചേക്കാം. നമുക്കിവിടെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഒരു സംഭവം ഒരു 8 എണ്ണം ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് ഈ വാളാണ് കുറേ ഉണ്ടാക്കേണ്ടത്. 12, 16, 24 വാള. ഓക്കെ, എനിക്ക് കാണിച്ചു തരാം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു ഡിസൈന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കുറച്ച് നമ്മുടെ വുഡ് എടുക്കുക. ഇതിന് വുഡ് വേണോ അതോ മറ്റേ ബ്ലോക്ക് എടുക്കണം? മറ്റേ ബ്ലോക്ക് എടുക്കാം. ഇത് അതായിട്ട് ചേർച്ചുണ്ടാവില്ല. ഇതെടുക്കുക. ഈ ബ്ലോക്ക് പിന്നെയും കുഴപ്പമില്ല അല്ലേ, പിന്നെയും സീനില്ല. ഇതിൻ്റെ സ്റ്റേഴ്സ് ഉണ്ടാക്കി വെക്കരുത്. പക്ഷേ അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിന്ന് പണി തുടങ്ങാം. ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെ ഒന്ന് ഇത് നമ്മൾ വിട്ട് പണിയുമ്പോൾ കുറേ വരില്ലേ? ഇങ്ങനെ ഇങ്ങനെ തന്നെ. ഇത് ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ ഇട്ടില്ല. ഇത് പൊട്ടിച്ചാലോ? നമുക്ക് സാധാരണ ചതുരന്മാരുടെ പണിയാം. അതല്ല ഞാൻ ഉദ്ദേശിച്ച ചതുരന്മാർ ടവർ പില്ലർ പണിയാം. നമുക്ക് ആദ്യം ഈ പില്ലറിൻ്റെ വൺ സൈഡ് ഇവിടെ നമുക്ക് ക്യാസിൻ്റെ ഇൻറ്റീരിയൽ ആദ്യം കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നാണ് പില്ലർ പണിയുക. അപ്പോൾ ഇൻറ്റീരിയലിന് ടെമ്പററി ബ്ലോക്കായിട്ട് ഞാൻ ഈ പ്ലാങ്ക് യൂസ് ചെയ്യുക. ഇവിടെ തുടങ്ങാം. 25-ൻ്റെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 16, 17, 18 കൊടുക്കുക. 18 അധികമാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങനെ പിന്നെ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ നിന്ന് 17 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 13, ഇവിടെ നിന്ന് 14. ഇവിടെ അങ്ങനെ കണക്ട് ചെയ്ത് പോകും. ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ പാടാവും. ചെറിയൊരു കേസിലാണ്. എത്ര വലുതാണ് അല്ല. നമുക്ക് ഇവിടെ നിന്നും കണക്ട് ചെയ്യാമല്ലോ. ഇനി കൊണ്ടുപോകണം. ശരിയില്ല, ബ്ലോക്കൊക്കെ ഉണ്ട്, ഇഷ്ടംമാതിരി ഉണ്ട്. പിന്നെ ബ്ലോക്ക് ഉണ്ടാക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്യാമല്ലേ. ഇവിടെ 18, ഇവിടെ എത്ര? ഇവിടെ നിന്ന് 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 കണക്ക്. 20/20 ഒരു ഗ്യാസിൽ വന്നു. അതാണ് നല്ലത്. ഓക്കെ, നമുക്ക് ഗ്യാസിൻ്റെ ഇൻറ്റീരിയൽ സെറ്റായി. അപ്പോൾ ഇൻറ്റീരിയൽ അല്ല, ഉള്ളിലുള്ള സാധനമല്ല, പുറത്തുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്യാസിൻ്റെ വലുപ്പം. ചെറുതാണെങ്കിലും അത് നമുക്ക് പിന്നെ ശരിക്കും പണിയാം. നമുക്കിപ്പോൾ ജീവിക്കാതൊക്കെ മതിയില്ലേ? ഇത്രയൊക്കെ വേണമെന്നുണ്ടോ? തന്നെ അധികമാണ്. പിന്നെ നമുക്ക് ഇൻറ്റീരിയറിൻ്റെ പണികൾ തുടങ്ങും. ഇത് നേരെ മനസ്സിലാവും ചെയ്യേണ്ട എവിടെയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഈ ബ്ലോക്ക് ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ 1, 2, 3, 4, 1, 2, 3, 4. ഓക്കെ, ഇതാണ് നമ്മുടെ പില്ലറിൻ്റെ പണി. ഇതാണ് നമ്മുടെ പില്ലർ. ഓക്കെ, അതാണ് നമ്മുടെ പില്ലർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഒരു ബ്ലോക്ക് മാറ്റി ഇതാക്കിയാൽ സെറ്റായി. ഇവിടുത്തെ ഒരു ബ്ലോക്ക് മാറ്റി കുഴപ്പമില്ല.
ഇതായിട്ട് കണക്റ്റ് ആവണം. അപ്പം ഒരു മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ പറ്റുള്ളൂ. ഇതാണ് ഗ്യാസ്. ഇത് പറ്റുമല്ലോ. ഇത് ഇങ്ങനെ ചെയ്യുക, അതാണ് നല്ലത്. ഇതാകുമ്പോൾ ക്യാഷിലായിട്ട് കണക്റ്റ് ആകുമ്പോൾ ലുക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്തു. ഇനി നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ ചുറ്റും നമ്മളെ ഐഡിയ ഞാൻ പറഞ്ഞില്ല, ഈ സ്ലാബ് പോരാ. സ്ലാബ് ഞാൻ വിചാരിച്ച മാതിരി പോരാ. റിസോഴ്സസ് മിക്കവാറും കമ്മിയാവും. അതിലൊരു മാറ്റം ഉണ്ടാകും, ഉറപ്പാണ്. മിക്കവാറും കമ്മിയാവും. ഇത് സെറ്റാവുമായിരിക്കും. ഇങ്ങനെയല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്താലോ? എന്നാൽ പിന്നെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാൻ ശരിയല്ല. ഇതെന്തോ ബോറടിക്കുന്ന ലുക്ക് മതി. ഇവിടെ പ്ലാങ്കിനെ ഞാനെന്നെ എന്തൊക്കെയോ ചെയ്യും, എനിക്ക് പോലും തോന്നും. ഇവിടെ ഇങ്ങനെ കൊടുക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കാം. ഇത് മതിയാവും. ഇതല്ലേ, ഇവിടെ നിന്ന് ഒരു ബ്ലോക്കും കൂടി വെച്ചെടുത്താണ്. അതാണ്ട് ഇതായിപ്പോ. ഈ മഴ സെറ്റ്. ഇത് മതി. ഇവിടെ പൊട്ടിച്ചിട്ടൊന്ന് വെച്ചോട്ടെ. ഒരു ഐഡിയ വേണ്ട നമുക്കൊരു. ഇപ്പം സെറ്റ്. ഗ്യാസിലൊന്ന് കുറച്ചും കൂടെ ഒന്ന് വെള്ളം കുറച്ചാൽ 19 ആക്കാം. 18 വേണ്ട, 19 ആക്കാം. നമ്മളത് നേരത്തെ കുറച്ച് കൂട്ടിയെന്നുള്ളൂ. 19 ആക്കാം. ഇപ്പം എല്ലാം സെറ്റാവും. 19 ആക്കി എല്ലാം സെറ്റാവും. ഇപ്പോഴും നല്ല വലിപ്പത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇത് ശരിയാവുള്ളല്ലോ. ഇതെന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. വാച്ച് ടവർ അങ്ങോട്ട് കണക്റ്റ് ആവണില്ല. ഞാൻ പഴയ മാതിരി തന്നെ ചെയ്യാൻ പോകും. എന്നെക്കൊണ്ട് എനിക്ക് തന്നെ വയ്യ. പഴയ മാതിരി കണക്റ്റാക്കി ചെയ്യാം. അത് ചെയ്താൽ മതി. നമുക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല. നമുക്കിവിടെ അങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അത് കണക്റ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു ഗ്യാസിലാണെന്ന് പറയും. അതിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. നമുക്കിനി ആവശ്യമില്ലെങ്കിൽ പില്ലറാണ്ട് പൊട്ടിച്ചോളുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര പണി കഴിഞ്ഞെങ്കിൽ നമ്മൾ അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാം. നൈറ്റായല്ലോ. എത്ര എന്ത് പെട്ടെന്നാണ് നൈറ്റാണ്. ബെഡ് കയ്യിൽ വെക്കേണ്ടി വരും. ബെഡ് കയ്യിൽ വെക്കേണ്ടി വരും. എടുക്കട്ടെ, ബെഡ് എടുക്കട്ടെ. ബെഡ് എടുത്തു. മഴ നിന്നു. ഇത് കുഴപ്പമില്ല. ഈ ഡിസൈന് ഇതന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു കേടുപാടും പറ്റുന്നില്ല. ഞങ്ങൾക്ക് 4 ബ്ലോക്ക് വെച്ച് 4 1 2 3 4. കുറച്ച് കൂടുതലാണ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി മുകളിലോട്ട് വെച്ചാൽ മതി. താഴേക്കൊക്കെ സ്പേസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 4 ബ്ലോക്ക് എടുക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ മറ്റേ ബ്ലോക്ക് കാണുമല്ലോ. അത് കാണൂലല്ലോ. അത് നമുക്കിപ്പോൾ ഇവിടെ ഈ ബ്ലോക്ക് ഒന്നും കൂടി വയ്ക്കാം. അത് സെറ്റാക്കാം.
നമുക്ക് ആ ബ്ലോക്കും കാണണം, അല്ലെങ്കിൽ ഒരു ഒക്കെപ്പാടെ കൂട്ടിക്കുഴച്ച മാതിരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനുള്ള പരിപാടികൾ നോക്കാം. ഇടയിൽ ഒന്ന് മാറിക്ക് മനസ്സിലവിടെ ഓക്കെ. അങ്ങനെ തന്നെ പൊസിഷൻ അങ്ങനെ തന്നെ കൊണ്ടുപോകാം. അങ്ങനെ തന്നെ ഓക്കെ സെറ്റ്. അപ്പം സെറ്റായി. എപ്പോൾ കാണുകയും ചെയ്യും. ഇപ്പം എല്ലാം സെറ്റായി. ഞാൻ കൊണ്ടുപോകാം. ടോട്ടൽ 1 2 3 4 10 ഐറ്റൻ്റെ ആവണം. എന്നാലേ നമ്മൾക്ക് ക്യാസിലിനേക്കാളും വലുതാണ് പില്ലർ. അല്ലാണ്ട് ക്യാസിൽ വലുത് പില്ലർ ചെറുതായ എന്തോ മാതിരി ഉണ്ടാവും. നമുക്ക് 2 നില മതി. 1 നില 4ൻ്റെ, 2 നില 4ൻ്റെ, 3 നില വേണമെന്നുണ്ടെങ്കിൽ ഇത് 12 ആക്കേണ്ടി വരും. അപ്പോൾ അവിടെ 10 വന്നിട്ട് 3 നില എടുക്കാം. ഇപ്പോൾ 4 ആയി. ഇത് 12 ആക്കാം, 3 നില ആക്കാം. ഫസ്റ്റത്തെ നില പിന്നെ 3 നില. ക്യാസിലുണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ, എല്ലാവരും 2 നിലയല്ലേ, പിന്നെ എന്താ 3 നില. ഓക്കെ 4 പണിഞ്ഞ് 1 2 3 4 11 എത്തുമ്പോൾ നിർത്തണം. അവിടെ വേറെ ബ്ലോക്ക് വയ്ക്കണം. ഇതിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മിക്കവാറും ഈ ബ്ലോക്ക് കഴിയും. കുഴപ്പമില്ല, ഒരു പില്ലർ പണിയുള്ളതുണ്ട്. അടുത്ത പില്ലറിന് അത്യാവശ്യം ഉള്ള ബ്ലോക്കൊക്കെ പറ്റണമൊക്കെ ഇൻവെൻട്രിയിൽ കുത്തി നോക്കാം. ഓക്കെ ഇത് 8 ആയി. ഇനി 9 10 11 ഇതേമായി. ഇത് 3 ബ്ലോക്കിൻ്റെ ഐറ്റമാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ തികയൂല, ഈ ബ്ലോക്കും തികയൂലേ. എത്ര അടിച്ചില്ല, ഇതും തികയുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാം എടുത്തിട്ട് ചെറു 3 ഹാർട്ടോ നെതറൈറ്റ് ആർമർ ആടോ. ഒരു വലുതാടോ നെതറൈറ്റ് ആർമർ ഞാൻ ഇട്ടിരിക്കണേ. ഇത് മിക്കവാറും വുഡും കൊണ്ട് തന്നെ പണിയേണ്ടി വരും. ഇത് ഈ ഗ്യാസിന് മൊത്തം ഫുൾ ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ടെൻഷനില്ല. ഇനി കഴിയുകയാണെങ്കിൽ നമ്മുടെ കളക്ട് ചെയ്ത മെറ്റീരിയലിൻ്റെ എളുപ്പമാണല്ലേ. ഇപ്പം അതിനുണ്ട് പൊള്ളി ആയിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി ശരി ഗ്യാസിലാവും. ഈ ബ്ലോക്കൊന്ന് പൊട്ടിക്കൊണ്ട് വരും. വാട്ടറിൻ്റെ ഓരോരോ സെറ്റ് ബ്ലോക്കാണ്ട് എടുത്താൽ മതി വെറുതെ. അപ്പോൾ നീ ഇപ്പം താഴെ ചാടി ഇങ്ങനെ 11 റെഡി. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട ഈ ബ്ലോക്ക് എടുത്തിട്ട് ഇവിടാണ്ട് വയ്ക്കുക. ഇത് ഓട്ടിച്ചാട്ടെ നമ്മളിങ്ങനെ വയ്ക്കുക. ഒരു സിമ്പിൾ കാസലിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ തരുന്നത്. വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടോ. വേൾഡിൽ ഇങ്ങനെ വെച്ചില്ലേ. ഇനി നമ്മൾ ഇതിന് ഇവിടെ സ്റ്റെയർ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ സ്റ്റെയർ വയ്ക്കണം. ഇവിടെ വാള് വയ്ക്കണ മുമ്പ് ഇവിടെ വാളാണ് സ്റ്റെയറാണ് കൂടുതൽ ദിവസം ഉണ്ടാവുക. വാൾ ഇവിടെ വാൾ വേണം. അപ്പോൾ വാളിൽ നമുക്ക് ഇതാണ്ട് മൂടണം. ഇതും കൊണ്ട് മൂടണം. ഈ ബ്ലോക്ക് മൂടിയിട്ട് ഇവിടെ ഫുള്ള് മറ്റേ ഈ ഒരു വാളെടുക്കുക. അങ്ങനെ അല്ലേ ഇങ്ങനെ അവിടെ വെച്ച് പോവുക. ഒരു രാജാ ഫീൽ വരുന്നുണ്ട് നമുക്ക്. ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് നിൽക്കണം. അയ്യോ ഇടയിൽപ്പെട്ടു. ഒരു ബ്ലോക്ക് മുകളിലോട്ട് വേണം, നമുക്ക് താഴെ വാങ്ങണ്ടേ. അപ്പോൾ അതിനായിട്ട് ഒരു ബ്ലോക്ക് മുകളിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഓക്കെ സെറ്റ്. ഞങ്ങൾക്ക് ഈ ബ്ലോക്കൊന്ന് കൊടുത്ത് അയ്യത് പോയി. നീ അവിടെ ഇരുന്നു നിൻ്റെ യുഗാണ്. ഞങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ ചാടാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ എന്തോ ഒരു കുറവ്, എന്തിൻ്റെയോ ഒരു കുറവ്.
സ്റ്റേഴ്സ് വെച്ച് നോക്കാം. നമുക്കൊന്ന് സ്റ്റേഴ്സ് ഒന്ന് വെച്ച് നോക്കാം. ഇതിൻ്റെ ഒരു കുറഞ്ഞാണ്. ഒരു വാട്ടറാണ് ആളെ കളിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ ഇത് 2 ഹൈറ്റ് ആക്കി എങ്ങനെ ഉണ്ടാവും? കൊല്ലി വാള് കഴിഞ്ഞു. ഇതുവരെ ഈ ബ്ലോക്കൊന്നും തികയില്ല. ഇവിടെ ഇപ്പോൾ ക്രാഫ്റ്റ് കുറച്ച് വാള് നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് വേണമല്ലോ. ഇതെടുക്കും 2 പ്ലാങ്കിലെടുക്കും. ഞങ്ങൾക്ക് ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എടുക്കുക, വാളെടുക്കുക, ഇതേമാതിരി ഒന്ന് വെച്ച് നോക്കാം. ഇപ്പോൾ സെറ്റാവും. എനിക്കൊരു ഐഡിയ. അമ്മ അതേമാതിരി 4 കാര്യം ഈ സൈഡത്തുണ്ടല്ലോ. ഇവിടെ കുറച്ച് ഒരു ഐഡിയ ഉണ്ട്. സോ ഗൈസ്, നമ്മൾ ട്യൂട്ടോറിയലൊന്നും തരുന്നില്ല. നേരാണ്ട് ക്ലാസ്സിലാണ്ട് മുഴുവാണ്ട് പണ്ട് നിങ്ങളെ മീറ്റ് ചെയ്യാം.